വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1049/2024 എന്ന ചോദ്യ പേപ്പറിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. മുൻപ് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ പ്ലേലിസ്റ്റിൽ പോയാൽ നമ്മുടെ എല്ലാ വീഡിയോസും അവൈലബിൾ ആവും. അപ്പോൾ കറക്റ്റായിട്ട് അവിടെ പോയിട്ട് കാണാം കേട്ടോ. കണ്ട് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെ, പരീക്ഷയ്ക്ക് ഇനി അധികം ദിവസങ്ങളില്ല. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, 92ാമത്തെ വരെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ 93ാമത്തെ ചോദ്യം തൊട്ടിട്ടാണ് ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. 93ാമത്തെ ചോദ്യം, Powers and functions of Cooperative Service Examination Board is mentioned in Rule Dash of the KCS Rules 1969. Powers and functions of Cooperative Service Examination Board എവിടെയാണ് മെൻഷൻ ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. റൂൾ 182A, റൂൾ 180, റൂൾ 181, റൂൾ 169. ഇത് ഇത്രയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് 182A ആണ് കേട്ടോ. 182A ആണ് എന്തിൻ്റെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസിനെ കുറിച്ച് പറയുന്നത്? നമ്മുടെ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ പവേഴ്സും ഫങ്ഷൻസൊക്കെ പറയണത് 182Aയിലാണ് കേട്ടോ. അവരെങ്ങനെ ചെയ്യണം, എക്സാമിനേഷന് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്ന കാര്യവും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ എക്സാമുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തന്നെയാണ് അവരൊരു പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ആയിട്ട് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതേപോലെ സെക്ഷൻ ചോദിക്കുകയാണെങ്കിൽ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 80B ആണ്. സെക്ഷൻ 80Bയിലാണ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിനെ കുറിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറയണത്. ആരാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗവൺമെൻറ്റാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഗസറ്റിൽ നോട്ടിഫൈ ചെയ്തതിന് ശേഷം ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് എ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ഫോർ ദ കണ്ടക്ട് ഓഫ് റിട്ടൺ എക്സാമിനേഷൻ ഫോർ ഓൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ടു പോസ്റ്റ് ഓഫ് എബവ് ആണ്. അതായത് ജൂനിയർ ക്ലർക്കിന് മുകളിലുള്ള ജൂനിയർ ക്ലർക്ക് എബവ് ദ കാറ്റഗറി ഓഫ് ജൂനിയർ ക്ലർക്ക് എന്താ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിലേക്കും പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസിൽ, പിന്നെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്, പിന്നെ നമ്മുടെ പീക്കാർഡ് ബാങ്കില്ലേ അതിലേക്കും പ്രൈമറി അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഇൻ ദ സ്റ്റേറ്റ്. ഇവർക്കൊക്കെ ഈ ഒരു രീതിയിൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നതാണ് ആര്? കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കൂടി പറയാം, ഗവൺമെൻറ്റാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആർക്കൊക്കെയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്? ജൂനിയർ ക്ലർക്കിൻ്റെ മുകളിലുള്ള പോസ്റ്റുകളാണ് എടുക്കുന്നത്. പിന്നെ PSCSനുണ്ട്, പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസിനുണ്ട്, അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളിലേക്ക് ഇവർ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൈമറി അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സിലേക്കും ഇവർ തന്നെയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൽ എത്ര ആൾക്കാരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സാണ് അവരുള്ളത്. അവരുടെ കാലാവധി പറയുന്നത് 5 years ആണ്. ടേം ഓഫ് ദി ബോർഡ് ഷാൾ ബി 5 years എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. വളരെ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അതാണ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. ഇതിൽ പറയണത് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് എന്നാണ് 80Bയിൽ പറയണത്. ഇവിടെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് പറയുന്നത് റൂൾ 182Aയിലാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡാഷ് ഈസ് എംപവേർഡ് ടു ഗീവ് മെമ്പർഷിപ്പ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ആരാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ മെമ്പർഷിപ്പ് കൊടുക്കാൻ ഉള്ള അധികാരം? ഡയറക്ടർ ബോർഡിനാണോ, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണോ, സെക്രട്ടറിക്കാണോ, പ്രസിഡൻറ്റിനാണോ, രജിസ്ട്രാറിനാണോ, ആർക്കാണ്? ഒരാൾ മെമ്പർഷിപ്പ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരുമാനിക്കുക ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തന്നെയാണ് കേട്ടോ. അവരുടെ താല്പര്യം ഇല്ലാതെ നമുക്ക് മെമ്പർഷിപ്പ് തരില്ല. അപ്പോൾ തീരുമാനം എടുക്കുന്നത് ആരാണ്? ഡയറക്ടർ ബോർഡ് കൂടുമ്പോൾ അവതരിപ്പിച്ചിട്ടാണ് ഒരാളെ മെമ്പർ ആക്കണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അവരുടെ ശത്രുപക്ഷത്തുള്ള ആൾക്കാരാണെങ്കിൽ ഒരുപക്ഷെ മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ടാവില്ല. അതാണ് പറയുന്നത്. ഡാഷ് ഈസ് എംപവേർഡ് ടു ഗീവ് മെമ്പർഷിപ്പ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ബോർഡാണ് പറയണത്. അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ റൂൾ കണക്റ്റഡ് ടു ദ ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് ഇൻ എ സൊസൈറ്റി. അതായത് ID കാർഡുമായി ബന്ധപ്പെട്ട റൂൾ ഏതാണ് എന്നാണ് ഇവിടെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. ID കാർഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്.
റൂൾ 16A ആണോ, റൂൾ 23 ആണോ, റൂൾ 25 ആണോ, റൂൾ 16 ആണോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റൂൾ 16A ആണ് ഐഡൻറ്റിറ്റി കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. റൂൾ 16 എന്തായിരുന്നു? കണ്ടീഷൻസ് ടു ബി കംപ്ലൈഡ് വിത്ത് ഫോർ അഡ്മിഷൻ ഫോർ മെമ്പർഷിപ്പ് എന്നതായിരുന്നു റൂൾ 16 പറയുന്നത് കേട്ടോ. മെമ്പർഷിപ്പിനുള്ള കണ്ടീഷൻസ്, അഡ്മിഷൻ, ഒരു മെമ്പർ ആവാൻ അഡ്മിറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതായിരുന്നു റൂൾ 16. 16A പറയണത് ഐഡൻറ്റിറ്റി കാർഡാണ്. അപ്പോൾ 16A ആണ് ഐഡൻറ്റിറ്റി കാർഡുമായി ബന്ധപ്പെട്ട റൂൾ എന്ന് പറയണത്. അപ്പോൾ ഐഡൻറ്റിറ്റി കാർഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെമ്പർ ആവാനുള്ള ഒരു പേഴ്സൺ മെമ്പറായിട്ട് അഡ്മിറ്റ് ആകുമ്പോഴാണല്ലോ അയാൾക്ക് ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. അത് ഏത് ഫോം നമ്പറിലാണ്? ഫോം നമ്പർ 6A ഈ 16A ഉള്ളിൽ തന്നെ ഉണ്ട് അല്ലേ. 6A ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. അതൊരു കൺക്ലൂസീവ് എവിഡൻസ് ആണ് ടു പ്രൂവ് ഹിസ് മെമ്പർഷിപ്പ് ഇൻ ദ സൊസൈറ്റി. അദ്ദേഹം മെമ്പറാണെന്ന് കാണിക്കാനുള്ള ഏറ്റവും വിലപ്പെട്ട രേഖ തന്നെയാണ് എന്ത്? ഐഡൻറ്റിറ്റി കാർഡ് അല്ലേ. അങ്ങനെയാണ്. പിന്നെ 2 ഫോട്ടോ ആണ് കൊടുക്കേണ്ടത് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട്. റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് 2 ഫോട്ടോ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ കോപ്പീസ് നിർബന്ധമായിട്ടും അറ്റസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഈ ഓഫീസർ സ്പെഷ്യലി എംപവേർഡ് ഫോർ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഒരാളേനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അയാൾ അറ്റസ്റ്റ് ചെയ്താലും മതി. കമ്മിറ്റിയിൽ ആരെങ്കിലും ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഒന്നെങ്കിൽ അയാൾ ചെയ്യും, അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവാണ് ചെയ്യുക. ഒരു കോപ്പി നമ്മുടെ ഒരു ഫോട്ടോ വാങ്ങിയില്ലേ, അപ്പോൾ ഈ 1 കോപ്പി ഡ്യൂലി അറ്റസ്റ്റ് ഫോട്ടോഗ്രാഫ് അഫിക്സ് ചെയ്യുന്നത് ഐഡൻറ്റിറ്റി കാർഡിൽ ഒട്ടിക്കും. പിന്നെയുള്ള അതർ കോപ്പി എന്ത് ചെയ്യും? അത് ഈ ഒരു 6B എന്ന് പറഞ്ഞിട്ട് ഒരു രജിസ്റ്റർ ഉണ്ട് കേട്ടോ. 6A അപ്ലിക്കേഷൻ കൊടുക്കണത്. ഐഡൻറ്റിറ്റി കാർഡ് വേണം എന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യുന്നത് 6A 6B ഇതിൻ്റെ രജിസ്റ്ററാണ്. ഈ രജിസ്റ്ററിലും അടുത്ത ഫോട്ടോ ഒട്ടിക്കും. പിന്നെ നിർബന്ധമായിട്ട് പറയണത് ഐഡൻറ്റിറ്റി കാർഡിൽ നിർബന്ധമായിട്ടും സീല് വേണം. സൊസൈറ്റിയുടെ സീല് ഐഡൻറ്റിറ്റി കാർഡിൽ നിർബന്ധമാണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രൊവിഷൻ വരുന്നതിന് മുമ്പ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് ഐഡൻറ്റിറ്റി കാർഡ് വേണമെങ്കിൽ ഈ ഒരു റൂള് വരുന്നതിന് മുമ്പ്, ഐഡൻറ്റിറ്റി കാർഡുമായി ബന്ധപ്പെട്ട റൂള് വരുന്നതിന് മുമ്പ് ആൾക്കാർ മെമ്പേഴ്സായി ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് ഐഡൻറ്റിറ്റി കാർഡൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. പഴയ സംഘങ്ങളിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 1 മന്തിനകം, അങ്ങനെ 1 മന്തിനകം എന്ത് ചെയ്യണം? ഈ റൂള് വന്ന് 1 മന്തിനകം എന്ത് ചെയ്യണം? ഇതിൽ ആഡ് ചെയ്യണം, കൊടുക്കണം. ഞങ്ങൾക്കും കൂടി വേണം എന്ന് പറഞ്ഞിട്ട് ഈ 2 കോപ്പി എന്ത് കൊടുക്കണം? റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫി ആർക്ക് കൊടുക്കണം? സൊസൈറ്റിക്ക് കൊടുക്കണം. എന്നിട്ട് സൊസൈറ്റി അത് 15 ദിവസത്തിനകം അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത്, അവരുടെ കയ്യിൽ നിന്ന് തന്ന ആൾക്കാർക്ക് 15 ദിവസത്തിനകം ID കാർഡ് ഇഷ്യൂ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ 15 പീരിയഡ് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം എന്നും പറയുന്നുണ്ട് കേട്ടോ. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നീട്ടി കൊടുക്കാൻ പറ്റും എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഐഡൻറ്റിറ്റി കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ID കാർഡ് തന്നെ 16A ID കാർഡാണ്, ഐഡൻറ്റിറ്റി കാർഡാണ്. 16B ഐഡൻറ്റിറ്റി കാർഡ് ഓൺ റിക്വസ്റ്റ് ആണ്. ഏതെങ്കിലും രീതിയിൽ പോയി കഴിഞ്ഞാൽ അതൊക്കെയാണ് ഐഡൻറ്റിറ്റി കാർഡ് റിക്വസ്റ്റ് ചെയ്തിട്ട്, അതായത് അദ്ദേഹത്തിന് അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല, പിന്നെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ID കാർഡ് ആവശ്യമായി വരുമ്പോൾ അദ്ദേഹം അപ്ലൈ ചെയ്യുക. അങ്ങനെ റിക്വസ്റ്റിൽ അപ്ലൈ ചെയ്താൽ എന്തു ചെയ്യണം? പിന്നെ 16C പറയണത് ഇഷ്യൂ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ഐഡൻറ്റിറ്റി കാർഡ് എങ്ങനെ ഇഷ്യൂ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ 16D പറയണത് അതിൻ്റെ അപ്പീലിന് പോകുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചിട്ട് വിശദമാക്കുന്നതാണ് ഈ 16 കേട്ടോ. അപ്പോൾ 16A ഐഡൻറ്റിറ്റി കാർഡ്, 16B എന്താണ്? ഐഡൻറ്റിറ്റി കാർഡ് ഓൺ റിക്വസ്റ്റ്, 16C എന്താണ്? ഇഷ്യൂ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ഐഡൻറ്റിറ്റി കാർഡ്, 16D അപ്പീൽ, ഇതുമായി ബന്ധപ്പെട്ട അപ്പീൽ. അതാണ് ഈ 16 ഐഡൻറ്റിറ്റി കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട റൂളുകൾ. ഇതിൻ്റെ ഉള്ളിലാണ് ഈ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ പറയുന്നത്. ഐഡൻറ്റിറ്റി കാർഡുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്യുന്നത് ഈ ഒരു 4 റൂളിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ സംബന്ധിച്ചിട്ടാണ്. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ഈസ് സ്പെസിഫൈഡ് ഇൻ ഡാഷ് ഓഫ് ദ KCS ആക്ട് 1969. 1969 KCS ആക്ടിൽ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ്റെ സെക്ഷൻ ഏതാണെന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ ഏത് സെക്ഷനിലാണ് ഓംബുഡ്സ്മാനെ കുറിച്ച് പറയുന്നത്? 69A ആണോ, 70A ആണോ, 80A ആണോ? 69A തന്നെയാണ് ആരെക്കുറിച്ച് പറയുന്നത്? കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ കുറിച്ച് പറയുന്നത് 69A. അപ്പോൾ ആരാണ് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ
കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഡെഫിനിഷൻ 2 സെക്ഷൻ 2 ECC ആണ്. 2 ECC 2 C ഉള്ളൂ. 3 C വന്നത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് ആവും. 2 C ഉള്ളൂ. 2 ECC മാത്രമേ ഉള്ളൂ. അപ്പോൾ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ മീൻസ് ദ പേഴ്സൺ ഓർ പേഴ്സൺസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോയിൻറ്റഡ് അണ്ടർ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 69A. 69A സബ്സെക്ഷൻ 2 പ്രകാരം അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ, അവരെയാണ് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. ഗവൺമെൻറ്റാണ് നോട്ടിഫൈ ചെയ്ത് ഒഫീഷ്യൽ ഗസറ്റിൽ ഒരു സ്കീമും കൂടി ഫ്രെയിം ചെയ്യും. ആ സ്കീം പ്രകാരമാണ് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ വർക്ക് ചെയ്യുന്നത്. ആ സ്കീമിനെ പറയുന്നത് കേരള കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം എന്നാണ്. വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് എനേബിളിംഗ് ഒരു റീഡ്രസൽ കംപ്ലൈൻറ്റ് റിലേറ്റിംഗ് ടു ആർക്ക് വേണ്ടിയിട്ട്, ബാങ്കിങ്ങിലോ അതർ സർവീസസിലോ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കൊടുക്കുന്ന സേവനങ്ങളിൽ ഉള്ള റീഡ്രസൽ ആണ് ഈ ഒരു കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ലക്ഷ്യം വെക്കുന്നത്. ഗവൺമെൻറ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. 1 or more പേഴ്സൺസ് ആസ് ഓംബുഡ്സ്മാൻ ആയിട്ട് വെക്കാം ടു ക്യാരി ഔട്ട് ദ ഫങ്ഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇത് ടേം ഓഫ് ഓഫീസ് പറയുകയാണെങ്കിൽ 3 years ആണ് ഫ്രം ദ ഡേറ്റ് ഓഫ് ദെയർ എൻറ്ററിങ് ഓഫീസ്. അതായത് ആ ഓഫീസിലേക്ക് വരുന്ന ദിവസം മുതൽ 3 വർഷമാണ് പറയുന്നത്. ഓർ അറ്റൈനിങ് ദ ഏജ് ഓഫ് 65 വിച്ച് എവർ ഈസ് ഏർലിയർ. ഏതാണോ ആദ്യം വരുന്നത്, 65 വയസ്സാണ് ആദ്യം വരണമെങ്കിൽ അതിനനുസരിച്ചിട്ട്, അല്ല 3 വർഷമാണെങ്കിൽ അതിനനുസരിച്ച്. 3 വർഷം 65 വയസ്സ് വിച്ച് എവർ ഈസ് ഏർലിയർ എന്ന ഒരു ഏജ് ബാറിലാണ് അവരുടെ ടേം ഓഫ് ഓഫീസ് പറയുന്നത്. പിന്നെ പറയുന്നത് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ സംബന്ധിച്ചിട്ട് 69A അവരുടെ അപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞില്ല. മിനിമം 10 years ബാർ പ്രാക്ടീസ് ഉള്ള ആളാണ്. അവർക്ക് അത്രയും എക്സ്പീരിയൻസ് വേണം കേട്ടോ. മിനിമം 10 years ബാർ പ്രാക്ടീസ് ഉള്ള ആളാണ് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനായിട്ട് വെക്കുന്നത്. എക്സ്പീരിയൻസ് വേണം. എന്തിലൊക്കെ, ബാങ്കിങ്ങിലും കോപ്പറേറ്റീവ് ഫീൽഡിലൊക്കെ ധാരാളം എക്സ്പീരിയൻസ് ഉള്ളതായിരിക്കണം. ഓംബുഡ്സ്മാൻ അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാണ് ഓംബുഡ്സ്മാൻ വരുന്നത് എന്ന് പ്രത്യേകം ആലോചിക്കുക. പിന്നെ ഫങ്ഷൻസും ബാക്കി എല്ലാ കാര്യങ്ങളും അവർ വർക്ക് ചെയ്യുന്നത് സ്കീമുണ്ടല്ലോ, ഗവൺമെൻറ് പുറപ്പെടുവിച്ചൊരു സ്കീമുണ്ടായിരിക്കും. ആ സ്കീമിൽ ഊന്നിയിട്ടായിരിക്കും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. 69 കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ. 2 ECC ആണ് അവരുടെ ഡെഫിനിഷൻ. പിന്നെ ഗവൺമെൻറ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. 1 or more പേഴ്സൺസ് ആസ് ഓംബുഡ്സ്മാനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം. പിന്നെ 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് ദെയർ, 3 yearsഉം 65 വയസ്സും വിച്ച് എവർ ഈസ് ഏർലിയർ ആണ്. മാക്സിമം 10 years ബാർ എക്സ്പീരിയൻസ്, ബാർ പ്രാക്ടീസ് വേണം എന്ന് ഓർത്തിരിക്കുക. ഓംബുഡ്സ്മാൻ ഷാൾ ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഗവൺമെൻറ് ആണ് എന്നും കൂടി ഓർത്തിരിക്കണം. അത്രയാണ് ഒരു കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ്റെ കുറച്ച് വിവരങ്ങൾ. അടുത്ത ചോദ്യം വരികയാണെങ്കിൽ, ആൻ ആപ്ലിക്കേഷൻ ടു രജിസ്റ്റർ ആൻ അമെൻമെൻറ്റ് ഓഫ് ദ ബൈലോസ് ഓഫ് എ സൊസൈറ്റി ഷാൾ ബി ഡിസ്പോസ്ഡ് ബൈ ദ അമെൻമെൻറ്റ്. ബൈലോ അമെൻമെൻറ്റ് മായി ബന്ധപ്പെട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു. എന്നിട്ട് പിന്നെ അത് എത്ര ദിവസത്തിനകം ഡിസ്പോസ് ചെയ്യണം രജിസ്ട്രാർ എന്നാണ് ചോദിച്ചത്. വിത്തിൻ 90 days ഫ്രം എന്നാണ് പറഞ്ഞത്. അതായത് 90 ദിവസത്തിനകം എന്ത് നോക്കിയിട്ട്, എന്ന് തൊട്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ന് തൊട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് തൊട്ടാണ് ചെയ്യേണ്ടത്? ഡേറ്റ് ഓഫ് ജനറൽ ബോഡി കൂടിയതിൻ്റെ അന്ന് തൊട്ടാണോ, ഡിസ്പാച്ച് ചെയ്തതിൻ്റെ അന്ന് തൊട്ടാണോ, റെസിപ്റ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ ബൈ ദ രജിസ്ട്രാർ ആണോ, ബോർഡ് മീറ്റിംഗ് നടന്നതിൻ്റെ അന്ന് തൊട്ടാണോ എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ. ഈ ഒരു കേസിലൊക്കെ അങ്ങനെ തന്നെയാണ് പറയണത്. അടുത്ത ചോദ്യം, എ ഡിക്ലറേഷൻ ക്രിയേറ്റിംഗ് എ ഗേഹാൻ ആസ് പെർ റൂൾ 51A ഷാൾ ബി ഇൻ ഫോം നമ്പർ. ഏത് ഫോം നമ്പറിലാണെന്നാണ് ഗേഹാനുമായി ബന്ധപ്പെട്ടത്. റൂൾ 51A ഗേഹാൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് പറയുന്നത്. 8C ആണോ, 8D ആണോ, 8A ആണോ, 8B ആണോ, ഏതിലാണ് പറയണത്? ഗേഹാനുമായി ബന്ധപ്പെട്ട ഡിക്ലറേഷൻ ഏതിലാണ് പറയുന്നത്? ഡിക്ലറേഷൻ ക്രിയേറ്റിംഗ് എ ഗേഹാനാണ്. അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? അപ്പോൾ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫോമിൻ്റെ ഒരു ക്ലാസ് വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫോം ഒറ്റൊന്നും തെറ്റില്ല കേട്ടോ. ഒരുവിധം എല്ലാം നമുക്ക് കിട്ടാവുന്ന സോഴ്സിൽ നിന്നുള്ള എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അതിൽ കൂടുതലുണ്ടോയെന്ന് അറിയില്ല. എനിക്ക് കിട്ടിയ സോഴ്സ് വെച്ചിട്ടുള്ളതെല്ലാം ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് 98 ഉത്തരമായിട്ട് വരുന്നത് C ആണ് കേട്ടോ. 8A ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഡിക്ലറേഷൻ ക്രിയേറ്റിംഗ് ഗേഹാനാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഫോം 7 പ്രധാനപ്പെട്ടതാണ്. ഡിക്ലറേഷൻ ചാർജ് ഓൺ ലാൻഡാണ് 7 എന്ന് പറയുന്നത്.
8A ആണ് ഗേഹാൻ്റെ ഡിക്ലറേഷനായി ബന്ധപ്പെട്ടത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു 8B എന്ന് പറഞ്ഞാൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയായി ബന്ധപ്പെട്ടതാണ് 8B. 8C എന്ന് പറഞ്ഞാൽ മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഗേഹാനുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഗേഹാൻ്റെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയായി ബന്ധപ്പെട്ടത് 8Bയും മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ടത് 8Cയുമാണ്. പിന്നെ അതിനൊരു രജിസ്റ്റർ ഉണ്ട് കേട്ടോ. ഈ ഡിക്ലറേഷൻസ് ഒക്കെ ഒരു രജിസ്റ്ററിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് 8ലാണ് കേട്ടോ. ഫോം നമ്പർ 8ആണ് രജിസ്റ്റർ ഓഫ് ഡിക്ലറേഷൻ റിലേറ്റിംഗ് ടു ഗേഹാൻ എന്ന് പറയണത്. അപ്പോൾ അതും ഒന്ന് ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം, റൂള് 190 ഓഫ് KCS ആക്ട് 1969 എന്തുമായി ബന്ധപ്പെട്ടതാണ്? റൂൾ 190 ആണ്. അപ്പോൾ അത് ആ ഒരു സർവീസ് കണ്ടീഷൻസിൻ്റെ ആ ഭാഗത്ത് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ഇതുപോലെ കാണാറുണ്ട്. സർവീസ് കണ്ടീഷൻസുമായി ബന്ധപ്പെട്ടിട്ട് പ്രമോഷൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ 99 ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? 99 ലീവ് റൂൾസാണ് ഈ ഒരു 190 പറയുന്നത് കേട്ടോ. ലീവ് റൂൾസിനെ കുറിച്ചിട്ടാണ് സർവീസ് കണ്ടീഷൻസാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ലീവ് റൂൾസിനെ കുറിച്ച് പറയുന്നത് റൂൾ 190 ആണെന്ന് ഓർത്തിരിക്കാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓഫീസർ അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 65 അപ്പോയിൻ്റ് ചെയ്ത ഓഫീസർ ടു കണ്ടക്ട് എൻക്വയറി ഷോൾ കംപ്ലീറ്റ് ദ എൻക്വയറി വിത്തിൻ എ മാക്സിമം പീരിയഡ് ഓഫ്. എത്ര നാളെടുത്തിട്ട് വേണം ആ ഒരു എൻക്വയറി കംപ്ലീറ്റ് ചെയ്യാൻ? ഏത് സെക്ഷൻ പ്രകാരം? സെക്ഷൻ 65 പ്രകാരം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 65 പ്രകാരം ഉള്ള സമയപരിധിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ സെക്ഷൻ 65 എന്താണെന്ന് നോക്കണം. സെക്ഷൻ 65 എൻക്വയറി ബൈ ദ രജിസ്ട്രാറാണ്. രജിസ്ട്രാർ നടത്തുന്ന എൻക്വയറിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമയപരിധിയും കൂടി പറയുന്നുണ്ട്. പക്ഷേ സമയപരിധി ഇവിടെ 1 ഇയറാണ്. ഇവിടെ ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത് 1 ഇയറാണ് കേട്ടോ. ഇവിടെ 1 ഇയറാണ് ആൻസറായിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ 1 ഇയർ അല്ല ആൻസർ, കാരണം മാറി. മറ്റത് 6 മന്ത്സ് പിന്നെ ഒരു 6 മന്ത്സും കൂടി ആഡ് ചെയ്യും. അങ്ങനെ മാക്സിമം 1 ഇയർ എന്നാണ് അന്ന് കൊടുത്തിട്ടുള്ളത്. അന്ന് എൻക്വയറി കംപ്ലീറ്റ് ചെയ്യേണ്ട സമയപരിധി അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ മാറ്റം വന്നു കേട്ടോ. അപ്പോൾ മാറ്റം വന്ന കാരണം നമ്മൾ മാറ്റി പഠിക്കുകയാണല്ലോ നല്ലത്. ഇപ്പോൾ 4 മന്ത്സ് എന്നാണ് പറയണത് കേട്ടോ. ഇപ്പോൾ എന്താ പറയണത്? 4 മന്ത്സ് ആണ് പറയണത്. അപ്പോൾ നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓഫീസറിനെ അപ്പോയിൻ്റ് ചെയ്യുന്നു 65 പ്രകാരം. എന്നിട്ട് എൻക്വയറി കംപ്ലീറ്റ് ചെയ്യുന്നത് വിത്തിൻ എ മാക്സിമം ഓഫ് പീരിയഡ് ഓഫ് 4 മന്ത്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അമെൻമെൻറ്റിൻ്റെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 മാത്രമേ അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളതിൻ്റെ വ്യത്യസ്തമായ പാർട്ടുകളിൽ ഉൾക്കൊള്ളിച്ചിട്ട് എല്ലാ അമെൻമെൻറ്റിലെ ക്വസ്റ്റ്യൻസും നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ അത് മുഴുവൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ മാറിക്കിട്ടും കേട്ടോ. ഏതൊക്കെ ഭാഗമാണ് മാറിയത്, എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്ന് വ്യക്തമായി മനസ്സിലാവും. അപ്പോൾ അതൊക്കെ കണ്ട് വ്യക്തമായിട്ട് പഴയ നോട്ടിൽ തിരുത്തുക, അല്ലെങ്കിൽ പുതുതായിട്ട് നോട്ട്സ് എഴുതി ഉണ്ടാക്കുക കേട്ടോ. അത് നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് മാറ്റം വരുത്തുക. അപ്പോൾ ഇവിടെ അങ്ങനെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ആൻസർ മാർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അടുത്തത് പറയുന്നത് 101ാമത്തെ ചോദ്യം, ദ ലയബിലിറ്റി ഓഫ് എ പാസ്റ്റ് മെമ്പർ ഷോൾ കണ്ടിന്യൂ ഫോർ എ പീരിയഡ് ഓഫ് ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ഹി സീസ്ഡ് ടു ബി എ മെമ്പർ. പാസ്റ്റ് മെമ്പറുടെ ലയബിലിറ്റിയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. 60 ഡേയ്സ് ആണോ, 2 ഇയേഴ്സ് ആണോ, 1 ഇയർ ആണോ, 90 ഡേയ്സ് ആണോ? അപ്പോൾ പാസ്റ്റ് മെമ്പറുടെ പീരിയഡുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഇതിൽ ഉത്തരമില്ല കേട്ടോ. അന്നത്തെ ഉത്തരമല്ല, ഇപ്പോൾ അന്ന് 2 വർഷമായിരുന്നു ഉത്തരമായിട്ട് വരുന്നത്. ഇപ്പോൾ ഉത്തരം മാറിയിട്ടുണ്ട്, കാരണം ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അമെൻമെൻറ്റിൽ സെക്ഷൻ 26 ഒരു അമെൻമെൻറ്റ് വന്നിട്ട്, ഇൻ ദ കേസ് ഓഫ് ദ ഡിസീസ്ഡ് മെമ്പർ ഓൺ ദ ഡേറ്റ് ഓഫ് ഹിസ് ഡെത്ത് ലയബിലിറ്റി ഷോൾ കണ്ടിന്യൂ ഫോർ എ പീരിയഡ് ഓഫ് 3 ഇയേഴ്സ് ഫ്രം സച്ച് ഡേറ്റ് എന്നാക്കിയിട്ടുണ്ട്. അപ്പം 3 വർഷമാണ് ഇപ്പോഴത്തെ ഉത്തരം. 3 വർഷമാണ് ഇപ്പോഴത്തെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ഉത്തരമില്ല. പണ്ടത്തെ ഉത്തരം മാത്രമേ ഉള്ളൂ, പുതിയ ഉത്തരമില്ല. പുതിയ ഉത്തരം എന്താണ്? 3 വർഷമാണ്. ദ ലയബിലിറ്റി ഓഫ് എ പാസ്റ്റ് മെമ്പർ ഷോൾ കണ്ടിന്യൂ ഫോർ എ പീരിയഡ് ഓഫ് 3 ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ഹി സീസ്ഡ് ടു ബി എ മെമ്പർ എന്നതാണ് ഇപ്പോഴത്തെ ഉത്തരം. അപ്പോൾ നമ്മൾ ഉത്തരം മാർക്ക് ചെയ്യുന്നില്ല. ഉത്തരം ഏതാണ്? 3 വർഷമാണ് കേട്ടോ ഉത്തരമായിട്ട് വരുന്നത്. അത് ഓർത്ത് വെച്ച് നിങ്ങൾ എഴുതി വെച്ച് പഠിക്കാം. അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ സെക്ഷൻ 8A ആണ് ചോദിച്ചിട്ടുള്ളത്. സെക്ഷൻ 8A ഓഫ് ദ KCS ആക്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അഫിലിയേഷൻ ടു അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ്. അപ്പോൾ ഏതാണ് സെക്ഷൻ 8A? 8A എന്ന് പറഞ്ഞാൽ അഫിലിയേഷൻ ടു അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ആ ഭാഗം കഴിഞ്ഞു. അപ്പോൾ ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ അതുവരെ താങ്ക് യു.